ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അന്ന. ഞാൻ കറുകുറ്റി പന്തക്കൽ മദർ തെരേസ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഉടമ്പടി ഇരിക്കാൻ കാരണം എല്ലാവരുടെ പോലെ +2 കഴിഞ്ഞിട്ട് പുറത്തു പോയി പഠിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ +2 ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് വെൽ പ്ലാനഡ് ആയിരുന്നു പുറത്തു പോയി പഠിക്കുന്നതിനെ കുറിച്ച്. അപ്പോൾ ഞാൻ +2 കൊറോണ സമയമായിരുന്നു 2022. അപ്പോൾ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ജർമ്മൻ ലാംഗ്വേജിനെ കുറിച്ച് കേട്ടു. അങ്ങനെ ഞാൻ ജർമ്മനിക്ക് പോകാമെന്നുള്ള രീതിയിലായി. അങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി. ഞാനും എൻ്റെ മമ്മിയും കൂടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അവിടെ രജിസ്റ്റർ ചെയ്തു. ഞാൻ എൻ്റെ +2 എക്സാം കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ അക്കാദമിയിൽ ജോയിൻ ചെയ്തു. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം A1 ലെവലായിരുന്നു. എനിക്ക് വളരെയധികം ടഫായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് എന്നും വിളിച്ച് പറയും എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്, എനിക്ക് പഠിക്കാൻ പറ്റണില്ല എന്ന്. അപ്പോൾ വീട്ടിൽ പറയും അന്ന് തിരിച്ചു പോരേ, കുഴപ്പമില്ല എന്ന് പറയും. എന്നാലും ഞാൻ പറയും ഇത്രയും പൈസ അടച്ചതല്ലേ, ഞാൻ തിരിച്ചു വരുന്നില്ല, ഞാൻ പഠിച്ചോളാം, ഹാർഡ് വർക്ക് ചെയ്തോളാം എന്ന് പറയും. അങ്ങനെ പഠിച്ചു. B2 വരെ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ B2 പഠിക്കുന്ന സമയത്ത് തന്നെ ലീവ്, നമുക്ക് 2 ദിവസം ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒരു ഏജൻസി പോയി ഞാനും പപ്പയും അവിടെ പൈസ അടച്ചു. B2 വെൽ പ്ലാനഡാണ്. കോഴ്സ് കഴിഞ്ഞാൽ അപ്പം തന്നെ എക്സാം എഴുതാം, അപ്പം തന്നെ ഞാൻ പാസ്സാവും, അപ്പം തന്നെ പോകാമെന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കണേ. അങ്ങനെ ആ ഏജൻസി പോയി പൈസ കൊടുത്തു. ഞാനൊരു ഏപ്രിലാണ് പാസ് ഔട്ട് ആവണേ. അപ്പോൾ ആ സെപ്റ്റംബർ ഇൻടേക്ക് തന്നെ കയറി പോവാം എന്ന രീതിയിലാണ്. അങ്ങനെ ഞാൻ B2 കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഫസ്റ്റ് B2 3 മൊഡ്യൂൾ പാസ്സായി. എനിക്ക് B2 റൈറ്റിംഗ് മാത്രം ഇത്തിരി ടഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ് എഴുതൂല, എനിക്ക് ഭയങ്കര മടിയാണ് റൈറ്റിംഗ് എഴുതാൻ. ബാക്കി 3 മൊഡ്യൂൾസും ഇവിടെ ഞാൻ സാക്ഷ്യം കേൾക്കുമ്പോൾ B2 പാസ്സാവാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് കേൾക്കണേ. പക്ഷെ എനിക്കങ്ങനെയല്ല, വളരെ ഈസി ആയിരുന്നു B2. കാരണം റൈറ്റിംഗ് ഞാൻ എഴുതാത്ത കാരണം, പ്രാക്ടീസ് ചെയ്യാത്ത കാരണം എനിക്ക് റൈറ്റിംഗ് ടഫ്. ബാക്കി 3 ഞാൻ പാസ്സായി. അങ്ങനെ റൈറ്റിംഗ് പാസ്സാവുന്നില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കണേ. ഞാൻ പണ്ട് മുതലേ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടായിരുന്നു. കാരണം എനിക്ക് 2 ടിൻസ് ചേച്ചിമാരാണ്. അവർ 2 പേരും UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ +2 കഴിഞ്ഞ് പുറത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു ജർമ്മൻ ലാംഗ്വേജ് ചൂസ് ചെയ്യേണ്ട, നീ UK വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു എല്ലാവരും UK പോകണ്ട, ഞാൻ വേറെ കൺട്രിയിൽ പോകണുള്ളൂ. അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് തിരഞ്ഞെടുത്തേ. അപ്പോൾ ഇങ്ങനെ ഈ കൃപാസനത്തെക്കുറിച്ച് കേൾക്കാൻ കാരണം ചേച്ചിമാർ നേഴ്സിങ് നാട്ടിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ OET എഴുതാൻ വരുന്ന സമയത്ത് അവർ ഈ കൊറോണ സമയത്തായിരുന്നു പാസ് ഔട്ടായി. അങ്ങനെ ഈ കൊറോണ സമയം ആയതുകൊണ്ട് OET പഠിക്കാൻ പറ്റില്ല, നമുക്ക് വീട്ടിൽ ഓൺലൈൻ ക്ലാസ്സേ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ മൂത്ത ചേച്ചി ഇങ്ങനെ യൂട്യൂബിൽ ഇതിൻ്റെ ഇങ്ങനെ OET വീഡിയോസ് കേൾക്കുന്ന സമയത്താണ് ഈ കൃപാസനത്തിൽ ഒരു സാക്ഷ്യം കേൾക്കണേ. അങ്ങനെ ഈ സാക്ഷ്യം കേട്ടിട്ടാണ് എൻ്റെ മൂത്ത ചേച്ചിയും പപ്പയും കൂടി, ചേച്ചിമാർ 2 പേരും പപ്പയും കൂടിയാണ് ഈ കൃപാസനത്തിൽ ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് വരണേ. അപ്പം ഞാൻ ഈ മാതാവിനെ ആദ്യമായിട്ട് കാണുന്നത് ചേച്ചി എന്തോ സൈറ്റിൽ കയറി ഓൺലൈൻ ഉടമ്പടി എടുക്കണം. അപ്പോൾ എന്തോ ഒരു ഇറർ വന്നു. അപ്പോൾ ഫോൺ എൻ്റെ അടുത്ത് കൊണ്ട് തരാണ്, എടി ഇത് എന്താ പ്രശ്നം എന്ന് നോക്കി. അപ്പം നമുക്കിത് ലോഡ് ചെയ്ത് വരുമ്പോൾ ആദ്യമായിട്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോ വരണേ. ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി. കാരണം ആ മാതാവ് നമ്മൾ നോക്കുന്ന പോലെ എനിക്ക് തോന്നി. അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ മാതാവിൻ്റെ രൂപം ഞാൻ കാണുന്നത്. അങ്ങനെ ചേച്ചിമാർ പോയി ഉടമ്പടി എടുത്തു. അങ്ങനെ പിന്നെ രാവിലെ പ്രെയർ, വൈകിട്ട് പ്രെയർ, അങ്ങനെ ചേച്ചിമാർ UK പോയി. അപ്പോൾ എനിക്ക് ഈ മാതാവിനെ കുറിച്ച് അറിയാം. ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും സാക്ഷ്യം കേൾക്കുന്നതും ഒക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മാതാവിന് വിശ്വാസമുണ്ട്, അത്രേ ഉള്ളൂ, അല്ലാണ്ട് പ്രാർത്ഥനയൊന്നുമില്ല. അപ്പോൾ ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണ കുട്ടിയാണ്. ഞാൻ +1 പഠിക്കുന്ന സമയത്താണ് എൻ്റെ ചേച്ചിമാർ നേഴ്സിങ് തീരുന്നത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ അനുഭവം എന്ന് പറയുന്നത് മാതാവിൻ്റെ ഒരു ആദ്യത്തെ അനുഭവം, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഈ ചേച്ചിയുടെ കയ്യിൽ കാശ് രൂപമുണ്ട്. അപ്പം ഞാൻ +1 എക്സാം എഴുതുന്ന സമയത്ത് കൊറോണ സമയമായത് കാരണം ആദ്യമായിട്ട് ഞാൻ സ്കൂളിൽ പോയത് അഡ്മിഷൻ എടുക്കാനും അവസാനമായിട്ട് സ്കൂളിൽ പോയത് എക്സാം എഴുതാനാണ്, +1 മെയിൻ എക്സാം. അപ്പോൾ ഈ കോട്ടിൻ്റെ ഉള്ളിൽ ചേച്ചി കാശ് രൂപം വെച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ആദ്യത്തെ അനുഭവം കേട്ടോ. അപ്പം ഞാൻ നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ്, ഇരുന്ന് പഠിക്കും. ഞാൻ വിശന്നാൽ പോലും അവിടെ നിന്ന് എഴുന്നേക്കില്ല, പഠിച്ചു കഴിഞ്ഞിട്ടേ ഞാൻ ഫുഡ് കഴിക്കുള്ളൂ, അതുപോലത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ നല്ലപോലെ പഠിച്ച എല്ലാ കാര്യം. അപ്പോൾ ഞാൻ ഫിസിക്സ് എക്സാം എഴുതാം. അപ്പോൾ ഞാൻ ആ ആൻസർ ഷീറ്റിൽ ഇപ്പോൾ 3 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി, ഞാൻ 3 ക്വസ്റ്റ്യൻ എഴുതും. എന്ന് വെച്ചാൽ ഞാൻ പഠിച്ചതല്ലേ, അതുകൊണ്ട് ഞാൻ എഴുതും, അതുപോലെയാണ്. അപ്പം ഞാനിങ്ങനെ എഴുതി വരുന്ന സമയത്ത് ഒരു 6 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ എനിക്ക് എഴുതുന്ന സമയത്ത് ഈ 6 മാർക്കിൽ എന്തായാലും കിട്ടൂല. ഞാൻ എഴുതി വന്നപ്പോൾ എനിക്കെന്ത് കിട്ടണില്ല ആൻസർ. അപ്പോൾ ഈ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ട്. ചേച്ചി എന്തോ കുത്തി തന്നു. ഞാൻ മാധവനോട് പ്രാർത്ഥിക്കണമൊന്നുമില്ല.
അതങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇത് കിട്ടാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, 5 മിനിറ്റും കൂടി ഉള്ളൂ ഇങ്ങനെ ആലോചിച്ചിരിക്കുക, എനിക്ക് എന്താ കിട്ടാത്തേ. അപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ എന്തോ മാന്തിയപ്പോഴാണ് ഈ മാതാവിൻ്റെ ഈ കാശ് രൂപ എൻ്റെ ഇങ്ങനെ ലോക്ക് ചെയ്തേക്കണേ. അത് ഞാൻ മുറുക്ക പിടിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടുന്നില്ല. ഞാൻ എന്തോ നമ്മൾ അക്കത്തിക്ക് അടിക്കണ പോലെ നമ്പർ എന്തോ എഴുതി, ഫിസിക്സ് എക്സാമാണ്. എൻ്റെ റിസൾട്ട് വന്നു, എൻ്റെ ആദ്യത്തെ അനുഭവം കേട്ടോ. എൻ്റെ +1 റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മാത്സിന് മാത്രമേ 2 മാർക്ക് കുറവ്, ബാക്കി എല്ലാ സബ്ജക്റ്റിനും 100/100 ആണ്. കാരണം ഞാൻ സയൻസ് സ്ട്രീമാണ് എടുത്തേക്കുന്നത്, ബാക്കി എല്ലാവരും എനിക്ക് ഫുള്ളാണ്. അപ്പം എനിക്കറിയാം ഞാൻ എക്സാം ചെയ്ത് ലാസ്റ്റ് എക്സാം ഫിസിക്സാണ്. അപ്പോൾ എല്ലാ മാർക്കിലും ഞാൻ വീട്ടിൽ ചേരുമ്പോൾ ഇങ്ങനെ മാർക്ക് കണക്ക് കൂട്ടും, 100 എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എക്സാം ചെയ്തേക്കണം. അപ്പോൾ ഈ ഫിസിക്സിന് മാത്രമാണ് എനിക്കൊരു ടഫ് വന്നത്. കാരണം എനിക്ക് 6 മാർക്ക് പോയിക്കാൻ നിങ്ങൾക്ക് അറിയാം, A+ പോയി, അതുപോലെയാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ആദ്യത്തെ അനുഭവം എനിക്ക് ഈ മാതാവിൽ വരണേ. അങ്ങനെയാണ് ഈ മാതാവിൽ കൂടുതൽ എനിക്ക് വിശ്വാസമായി തുടങ്ങിയത്. പിന്നെ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം ഇതുപോലെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു, B2 കഴിഞ്ഞു, വീട്ടിൽ വന്നു, ഏജൻസിയിൽ എന്നും പോവും, എന്നും വിളിക്കും. ഞാൻ 3 മൊഡ്യൂൾ പാസ്സായി, ഇനി റൈറ്റിംഗ് കിട്ടാത്ത. അപ്പോൾ അവർ പറയും 3 മൊഡ്യൂൾ പാസ്സായില്ലേ, നമുക്ക് സെപ്റ്റംബർ ഓക്കെയാണ്, പേടിക്കേണ്ട എന്ന് പറയും. കാരണം ആ ഏജൻസിയിൽ നിന്ന് കുറേ ആൾക്കാർ പോവാറുണ്ട്. അതുപോലെ അത് സെപ്റ്റംബർ ആവാറായി, എനിക്ക് ഒറ്റ ഇൻ്റർവ്യൂ വന്നില്ല. സെപ്റ്റംബർ ആയിട്ട് എനിക്ക് ഒറ്റ ഇൻ്റർവ്യൂ വന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇനി സെപ്റ്റംബർ ആവാൻ 1 മന്തും കൂടി ഉള്ളൂ, ഓഗസ്റ്റ് ആയി, ഇനി പോകാൻ പറ്റുമോ? അപ്പോൾ പറഞ്ഞു ഈ ഇൻടേക്ക് ചാൻസ് കുറവാണ്, നെക്സ്റ്റ് ഇൻടേക്കിൽ ഏപ്രിൽ ഇൻടേക്ക് എന്തായാലും ഉറപ്പാണ്, അപ്പോഴേക്ക് റൈറ്റിംഗ് എഴുതിയെടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആകെ സങ്കടമായി. കാരണം സെപ്റ്റംബറിൽ തന്നെ പോകാൻ നിൽക്കുന്ന ആളാണ്. അങ്ങനെ ഓരോ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഞാൻ വെറുതെ യൂട്യൂബ്, അപ്പോഴും മാതാവിന് ഇങ്ങനെ രൂപം വീട്ടിലുണ്ട്, മാതാവിനെ നോക്കി ചിരിക്കും, ഓക്കെ അല്ലേ എന്നൊക്കെ വെറുതെ ഇങ്ങനെ സംസാരിക്കും, പോവും. അല്ലാണ്ട് മാതാവായിട്ട് പ്രാർത്ഥനയൊന്നുമില്ല. അങ്ങനെ ഞാൻ യൂട്യൂബ് നോക്കുന്ന സമയത്താണ് എനിക്കൊരു സാക്ഷ്യം കയറി വന്നു. ഞാൻ ഇങ്ങനെ പാട്ട് കേൾക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെ പാട്ട് കേട്ട് ഉറങ്ങുന്ന സമയത്ത് ഒരു സാക്ഷ്യം കയറി വന്നു. അങ്ങനെയാണ് ഈ സാക്ഷ്യം ഞാൻ കേൾക്കണേ. അപ്പോൾ ഞാൻ നോക്കി മാതാവിനെ കാട്ടിയതായിരിക്കും, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കണേ. ഞാൻ പെട്ടെന്ന് പോയി, എനിക്ക് തോന്നാണ് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന്. അപ്പം ഞാൻ വന്ന് ഉടമ്പടി എടുത്തത് ജാനുവരി 2 കാരണം ജാനുവരി 1 ന്യൂ ഇയർ ആണ്, നല്ല തിരക്ക് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ജാനുവരി 2 വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ പപ്പയ്ക്ക് എന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു. കാരണം പിന്നെ വേറെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പകുതി പൊക്കാരും പോയി തുടങ്ങി. അപ്പം ഞാൻ വേറൊരു ഫ്രണ്ടിനോട് പറഞ്ഞു എനിക്ക് കൂട്ട് വരാമോ എന്ന് പറഞ്ഞു. അങ്ങനെ ജാനുവരി 2 ഞാനിവിടെ വന്നു, ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് വന്നേ. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു. അന്നും എൻ്റെ ഈ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട്. എന്നും ഞാൻ കൃപാസനത്തിൽ വരണോ, ഞാൻ എന്നും പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് ഈ മാതാവിൻ്റെ അടുത്ത് വെക്കും. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുള്ളൂ, ഏതെങ്കിലും ഒരു വിസ ഇതിൽ അടിച്ച് കിട്ടണം, ഇങ്ങനെ നിൽക്കുകയാണ്, എനിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കായിരുന്നു. 5:30 എഴുന്നേക്കും. അപ്പോൾ അതിനു മുമ്പ് പള്ളിയിൽ പോവാൻ വളരെയധികം മടിയുള്ള കുട്ടിയാണ്, രാവിലെ എഴുന്നേക്കില്ല. അങ്ങനെ എൻ്റെ പപ്പ പള്ളിയിലെ കൈക്കാരനാണ്. അപ്പോൾ അച്ഛൻ വീട്ടിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കും എൻ്റെ പള്ളി വരാത്ത. ഞാൻ പറയും എന്തിനാ പള്ളി വന്നിട്ട്, ഒന്നും നടക്കണില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കണില്ല, കാരണം എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പള്ളിയിൽ വായോ. അങ്ങനെ ഉടമ്പടി എടുത്തു. ഞാൻ ജാനുവരി 2 ഒന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ പിറ്റേ ദിവസം പള്ളിയിൽ പോവാൻ കേട്ടോ. പള്ളിയിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ വെറുതെ നിൽക്കും. അച്ഛൻ കുർബാനയിലും ഞാൻ എന്ന് വെച്ചാൽ അച്ഛനും കാണിക്കാനും വീട്ടിലുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പള്ളിയിൽ പോണേ. അപ്പോൾ ഞങ്ങളുടെ ചെറിയ പള്ളി, അതുകൊണ്ട് ആൾക്കാർ വന്ന അച്ഛൻ അറിയാം ആരൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഒരു ദിവസം ഞാൻ വന്നില്ലെങ്കിൽ വീട്ടിലേക്ക് ഫോൺ വിളിക്കും പപ്പനെ, എന്തി അവൾ വരാണ്ടിരുന്നേന്നും ചോദിച്ച്. അപ്പം ഞാൻ പള്ളിയിൽ പോകുന്നത് അച്ഛനെ കാണിക്കാനായി, കാരണം അച്ഛൻ ചീത്ത പറയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ പള്ളിയിലൊന്നും പോവില്ല, പള്ളി പോയാലും അത്ര പ്രാർത്ഥനയൊന്നുമില്ല. പിന്നെ ഓരോ ദിവസവും ഓരോ എനിക്ക് അനുഭവങ്ങളായി തുടങ്ങി. മാതാവ് എന്നോട് സംസാരിക്കുന്ന പോലെ ഞാൻ മാതാവിനോട്, എനിക്ക് ഭയങ്കര ഒരു സ്പിരിറ്റാണ്, നമുക്കൊരു തണുപ്പ് വന്ന ഒരു കുളിര് വരുന്ന പോലെ എനിക്കൊരു സ്പിരിറ്റ് ആ ഫോട്ടോയിൽ നോക്കുമ്പോൾ. അപ്പം എനിക്ക് ചെറുതായിട്ട് വിശ്വാസമായി തുടങ്ങി. അങ്ങനെ ഞാൻ പള്ളിയിൽ പോവും. അങ്ങനെ ഈ പുതുക്കണ സമയം, ഇപ്പം മാർച്ച് പുതുക്കണ സമയത്ത് ഞാൻ ഇവിടെ വന്നു. അപ്പോഴേക്ക് എനിക്ക് ഭയങ്കര വിശ്വാസമായി. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഭയങ്കര വിശ്വാസമായി. അതിന് ആദ്യം കൊടുത്ത ഏജൻസിയിൽ വിളിച്ചു ചോദിച്ചു എന്തായി, ഏപ്രിൽ ആവാറായി, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി. പപ്പ ഏജൻസിയിൽ നിന്ന് വിളിച്ച് കുറേ ചീത്ത പറഞ്ഞപ്പോൾ അവർ കുറേ ഇൻ്റർവ്യൂ വന്നു. ഞാൻ ആ ഏജൻസിയിൽ 8 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 8 ഇൻ്റർവ്യൂവിൽ ഗ്രൂപ്പായിട്ടാണ് ഇൻ്റർവ്യൂ. ആൾക്കാർ ഒന്നും പറയില്ല, ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. കാരണം എനിക്ക് ജർമ്മൻ സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര ഞാൻ അത് പൊക്കി പറയുന്നതല്ല, ഈ സ്പീക്കിംഗ് ഭയങ്കര ഇഷ്ടം എനിക്ക്. ഞാൻ ജർമ്മൻ നല്ലപോലെ സ്പീക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ ഭയങ്കര ഈസിയാണ്. അവരടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുന്നത് ഇതുപോലെ എനിക്കറിയാം. അപ്പോൾ 8 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ലാസ്റ്റ് ആ ഇൻ്റർവ്യൂവിലുള്ള ആൾക്കാർ പറയുന്നത് എന്നോട് ജർമ്മനി വരുമ്പോൾ കാണാം, ഓൾ ദി ബെസ്റ്റ്, നമുക്ക് വേഗം തന്നെ കാണാമെന്നൊക്കെയാണ്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം എന്നോട് അപ്പോൾ പറയും ഓഫർ ലെറ്റർ ഇപ്പോൾ തന്നെ തരാമെന്ന്. അപ്പോൾ ഞാൻ പറയും മാതാവ് രക്ഷിച്ചു, ഈ പ്രാവശ്യം ഞാൻ പോകുന്നു. എന്താ അപ്പം തന്നെ ഏജൻസിക്ക് വിളിക്കുമ്പോൾ അവർ പറയും ഓഫർ ലെറ്റർ 2 ആഴ്ച വരും, ഒരാഴ്ച കഴിയുമ്പോൾ വരും എന്നൊക്കെ പറയും. എന്നിട്ട് എനിക്ക് ഓഫർ ലെറ്റർ വന്നില്ല.
അതിന് കുറേ ഞാൻ അലഞ്ഞു. എന്നിട്ട് വേറൊരു ഏജൻസിയിൽ കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് ഏജൻസിയിൽ ഞാൻ പൈസ അടച്ചതാ. റീഫണ്ട് ചോദിച്ചപ്പോൾ അവർ പകുതി പൈസ തന്നിട്ടുള്ളൂ, ബാക്കി പൈസ അവർ തന്നില്ല. അതിന് വേറെ ഏജൻസി കൊടുത്തു, പൈസയും കൊടുത്തു. അങ്ങനെ 3 മൊഡ്യൂളിൻ്റെ സർട്ടിഫിക്കറ്റും കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ജാനുവരി 2 ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാവുന്ന സമയത്ത് ഫെബ്രുവരിയിൽ ലാസ്റ്റ് ഞാൻ റൈറ്റിങ്ങിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റൈറ്റിങ്ങിന് ഡേറ്റ് എടുത്തതിൻ്റെ എൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഉണ്ട്, എനിക്ക് അച്ഛനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇവിടെ ഒരു ബ്രദറിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ ബ്രദർ പറഞ്ഞു ഫസ്റ്റ് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ പ്ലീസ് ചേട്ടാ എനിക്ക് അച്ഛനെ ഒന്ന് കാണണം, ഞാൻ കുറേ പ്രാവശ്യമേ വരണു എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛനെ കാണാനൊരു അവസരം കിട്ടി, വൈകുന്നേരം കേട്ടോ. അത് കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു റൈറ്റിംഗ് പാസ്സാവും, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഫെബ്രുവരിയിൽ എഴുതിയ എക്സാം പാസ്സായി റൈറ്റിംഗ്. അപ്പോൾ 4 മൊഡ്യൂളും B2 എൻ്റെ കയ്യിൽ കിട്ടി. അപ്പോൾ B2 ഫുൾ പാസ്സായി. അപ്പോൾ ഏത് ഏജൻസി പോയാലും ഞാൻ B2 കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ വേറെ ഏജൻസി കൊടുത്തു, അവിടെയും പൈസ കൊടുത്തു. ഒരു 30,000 മേലെയാണ് നമ്മൾ ഏജൻസിയിൽ പൈസ കൊടുക്കണേ. അവിടെയും കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇപ്പം തന്നെ അടുത്ത മാസം തന്നെ പോകാമെന്ന്. അതുപോലെയായിരുന്നു. അവിടെയും കുറേ ഡിലേ, അവിടെയും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. എന്ത് ചെയ്താൽ പോകണില്ല. അപ്പോൾ ഞാൻ +2 കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി, എനിക്ക് പോകാനേ സാധിക്കുന്നില്ല. അങ്ങനെയാണ് എൻ്റെ 2 ചേച്ചിമാർ ടീൻസാന്ന് പറഞ്ഞു. അവർക്ക് കല്യാണാലോചന വന്നു. അതിന് മാട്രിമോണിയിലിട്ട് കല്യാണം ഫിക്സ് ചെയ്തു. ഈ കല്യാണം ഫിക്സ് ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരും ചോദിക്കാൻ തുടങ്ങി. നമ്മുടെ കേസായിരിക്കുമല്ലോ കൂടുതലും ആൾക്കാർ ചോദിക്കുക, വീട്ടിൽ നിൽക്കുന്ന പിള്ളേരുടെ. അപ്പോൾ ചോദിച്ചു പോണില്ലേ. ഏറ്റവും അവസാനം എനിക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും, ഞാൻ പള്ളിയിൽ പോകുമ്പോൾ നല്ല കട്ടിയുള്ള ഷാൾ ഇട്ടിട്ട് പോണേ, എന്നിട്ട് കുർബാന കഴിഞ്ഞാലും തലേന്ന് ഷാൾ അയക്കില്ല. ഓരോ ആൻറ്റിമാർ വന്നിട്ട് ചോദിക്കും എന്തായി പോണില്ലേന്ന്. ഏറ്റവും അവസാനം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറയും ഞാൻ വേറെ പള്ളിയിൽ പോയിക്കോളാം, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ പോയിക്കോളാം, ഇപ്പുറത്തെ പള്ളിയിൽ പോയിക്കോളാം എന്ന് പറയും. അത്രയും ഫേസ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഒറ്റ ഫങ്ഷൻസിനും ഒന്നും പോവില്ല, അത്രയ്ക്കും സങ്കടമായി. കാരണം 3 വർഷമായി B2 കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഇല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എക്സാം പാസ്സാവുക. ഞാൻ എക്സാം പാസ്സായി, എന്ത് ചെയ്താൽ പോകാൻ പറ്റില്ല. അപ്പം ഞാൻ എന്തെങ്കിലും പുറത്ത് പോകുമ്പോൾ എൻ്റെ പപ്പോടും മമ്മിയോടും ചോദിക്കുന്നത് കേൾക്കാം, എൻ്റെ ഇളയെ കുറിച്ച് പോകാറായില്ലേ, കുറേ നാളായാലും വീട്ടിൽ നിൽക്കണു. പിന്നെ ഏറ്റവും സങ്കടമായത് എൻ്റെ വീട്ടിലൊരു ആൻറ്റി വന്നു, എൻ്റെ ഒരു കസിൻ ആൻറ്റി. അപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക, കുറേ നാളായാലും വീട്ടിലിരിക്കുന്നത്, പോകാറായില്ലേ, ഈ തീറ്റും കൂടി മാത്രമേ ഉള്ളൂ. അത് കേട്ടപ്പോൾ എനിക്ക് അധികം സങ്കടമായി. അപ്പോൾ എനിക്ക് മാതാവിനുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞു. കാരണം എനിക്ക് മാത്രമുള്ളൂ പോകാൻ പറ്റാത്ത. ഞാൻ നോക്കുമ്പോൾ B2ൻ്റെ ഒരു മൊഡ്യൂൾ വെച്ച് സെയിം ഏജൻസി ഒരു മൊഡ്യൂൾ വെച്ച് എന്നെക്കാളും കഴിഞ്ഞ് പ്രോസസ്സിങ്ങിന് കൊടുത്ത കൊച്ചു പോലും പോവാണ്, എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയാണ് എൻ്റെ 2 ചേച്ചിമാരുടെയും മാരേജ് ഫിക്സ് ചെയ്തു. അങ്ങനെ മൂത്ത ചേട്ടൻ എമർജൻസി കേസിന് വേണ്ടി നാട്ടിലേക്ക് വന്നു. അപ്പോൾ ചേട്ടൻ പോകാനായിട്ട് 2 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തായി പോണ കേസെന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡിലേ ആണ്, എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു നീ ഒന്ന് UK ട്രൈ. കാരണം 2 ചേച്ചിമാർ UK-യിലാണ്. ഇപ്പോൾ മാരേജ് ഫിക്സ് ചെയ്ത 2 ചേട്ടന്മാർ UK-യിലാണ്. എൻ്റെ മമ്മിക്ക് 4 ബ്രദേഴ്സാണ്, അവരും UK-യിലാണ്. അപ്പോൾ മിക്കവരും UK-യിലാണ്. അങ്ങനെയാണ് ഞാൻ UK-ക്ക് വേണ്ടെന്ന് വെച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ചേട്ടൻ, ഇനി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ചേട്ടൻ പറഞ്ഞു നമുക്കൊരു ഏജൻസിയിലൊക്കെ പോവാം. അങ്ങനെ UK-ക്ക് പോകാനുള്ള കാര്യങ്ങൾക്കായിട്ട് ഞാൻ ഏജൻസിയിൽ കയറാൻ തുടങ്ങി. ഞാനും ചേട്ടനും മമ്മിയും കൂടെ ഏജൻസി പോയി കാരണം 3 വർഷം എനിക്ക് ഗ്യാപ്പ് ഉണ്ട്. +2 കഴിഞ്ഞിട്ട് 3 വർഷം എന്ന് പറയുമ്പോൾ ഡിഗ്രി കോഴ്സ് ചെയ്തിട്ടില്ല. B2 ലാംഗ്വേജ് പഠിച്ചത് നമുക്കറിയാം. UK ചെന്നിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ജർമ്മനിക്ക് നോക്കിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അഡ്മിഷൻ തരൂ? ഇല്ല. അവർ പറയും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു. അപ്പോൾ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, UK വന്നിട്ട് UK എടുത്തിട്ട് വേറെ സ്ഥലത്ത് പോവില്ലേ, അതുപോലെ. അപ്പോൾ ഏജൻസിക്കാർ പറഞ്ഞു വല്ല കമ്പനിയിലും വർക്ക് ചെയ്തു എന്ന് കാണിക്കാമെന്ന് പറഞ്ഞു. +2 കഴിഞ്ഞിട്ട് ഏത് കമ്പനിയിലും കിട്ടണേ, ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, 3 വർഷം ഗ്യാപ്പ്. അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് 5 യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് നഴ്സിംഗ് തന്നെയാണ്. അപ്പോൾ +2ൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എനിക്ക് 98% എബോണ്ട്, എന്തോ നിസ്സാരം എനിക്ക് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ചായിരുന്നെങ്കിൽ 1 ഇയർ ഗ്യാപ്പ് ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. അങ്ങനെ അപ്ലൈ ചെയ്തു. ചേട്ടൻ പോയി, ചേട്ടൻ തിരിച്ചു പോയി. അങ്ങനെ അപ്ലൈ ചെയ്ത് ആദ്യം എനിക്കൊരു ഓഫർ ഇൻ്റർവ്യൂവിനുള്ള ഇത് വന്നു UK-ന്ന്. അപ്പോൾ ജർമ്മനിയിൽ നിന്നുള്ള സാധനം ഇതിരുന്ന് പയ്യെ ബാക്കോട്ടായി. ജർമ്മനി വേണ്ട എന്നുള്ള രീതിയായി. കാരണം UK-യിൽ മെറിറ്റ്സ് ചേട്ടൻ കുറേ എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ യൂണിവേഴ്സിറ്റി വന്നു, ഇൻ്റർവ്യൂ നല്ല രീതിയിൽ ഞാൻ അപ്പോൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷാണ് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യം അവിടെ കയറിയപ്പോൾ എൻ്റെ ചെവിട്ടിൽ ഭയങ്കര പോകുമായിരുന്നു, സുസു എന്ന് മാത്രമേ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഭയങ്കര കോൺഫിഡൻറ്റ്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ കയ്യിൽ മാതാവുണ്ട്, അപ്പോൾ എനിക്കറിയാം ഞാൻ പാസ്സാവും. പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ പാസ്സാവും. ഇൻ്റർവ്യൂ കഴിഞ്ഞു. 2 ആഴ്ചയായി 3 ആഴ്ചയായി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു മെയിൽ പോലും വന്നില്ല.
അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഏജൻസിയിൽ UK അപ്ലൈ ചെയ്തു. ഏജൻസി കയറി ഇറങ്ങി അവിടുത്തെ ഫുൾ ബയോഡാറ്റയായി. എനിക്ക് തോന്നുന്നു എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എല്ലാ ഏജൻസിയും കയറി ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് എന്നെ പരിചയമായെന്ന് തോന്നുന്നു. അതുപോലെ അടുത്ത ഏജൻസിയിൽ UK അപ്ലൈ ചെയ്യാൻ കയറി. അങ്ങനെ ഒരു ഏജൻസി കയറി. അവരെനിക്ക് ഒരു 8 യൂണിവേഴ്സിറ്റിക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും കൃപാസനത്ത് വന്നു. ഡിലേ ആണ്, വീട്ടിലിരുന്നിട്ടും തലയ്ക്ക് പ്രാന്ത് പിടിക്കാണ്. നാട്ടുകാരും വീട്ടുകാരൊക്കെ ഭയങ്കര ഇതായി തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും കൃപാസനത്ത് വന്നു പുതുക്കണ സമയത്ത് ഞാൻ ഇതിൽ എഴുതി, ജർമ്മനി വെട്ടിയിട്ട് ഞാൻ എഴുതി, എനിക്ക് പുറത്ത് പോകണം, ഏത് കൺട്രി ആയാലും കുഴപ്പമില്ല, എനിക്ക് പുറത്ത് പോകണം എന്ന് മാത്രമേ എഴുതി. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി. ഞാനൊരു 5 കെട്ട് പത്രം മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ കുറച്ച് തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പത്രം കൊടുക്കണേ. ഞാൻ ഇങ്ങനെ ഷെൽഫ് തുറക്കുമ്പോൾ ഈ പത്രം ഇരിക്കുന്ന കാണും. അപ്പോൾ നാളെ പോവാം ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അങ്ങനെ ഒരു ദിവസം മെയ് 1st വീക്ക് ഞാനിതെടുത്ത് കൊരട്ടിപ്പള്ളി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കൊരട്ടിമുത്തിപ്പള്ളി, അവരുടെ വീടിൻ്റെ ആ പള്ളിയുടെ അടുത്താണ് എൻ്റെ വീട്. അങ്ങനെ ആ പള്ളിയിൽ ഉച്ച സമയത്ത് ഞാൻ നിന്ന് ആ വെയിലത്ത് 5 കെട്ട് പത്രവും കൊടുത്തു. അപ്പോൾ അവിടെ കൂടുതൽ ഹിന്ദുക്കളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മാതാവാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെയിൽ വന്നേക്കാം. എനിക്ക് അപ്പോൾ വെയിലത്ത് ആയതുകൊണ്ട് ഫോൺ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ പള്ളിയുടെ ഉള്ളിൽ കയറിയോണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു ഓഫർ ലെറ്റർ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ. ഞാൻ ലണ്ടനിൽ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും മനസ്സിലാപ്പിൻ്റെ ഓഫർ ലെറ്റർ കണ്ട്. അതിപ്പോൾ തന്നെ എന്നെ ഏജൻസി വിളിച്ചു, ഇങ്ങനെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർവ്യൂ വരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫർ ലെറ്റർ വരുള്ളൂ. എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ഫസ്റ്റ് ഓഫർ ലെറ്റർ വന്നു, എന്നിട്ട് അതിൽ പറഞ്ഞു കണ്ടീഷൻസ് ഓഫർ ലെറ്റർ എന്ന് പറയും. അതിൽ എനിക്ക് ഇൻ്റർവ്യൂ ആണ് ഫസ്റ്റ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ പത്രം എടുത്ത് ഇറക്കി മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കൊന്ത എൻ്റെ കയ്യിൽ, ഒരു 3 വർഷമായിട്ട് ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ട്, ഈ കാശ് രൂപവും. ഞാൻ എവിടെ പോയാലും, ഈവൻ ഒരു സിനിമയ്ക്ക് പോയാലും എൻ്റെ ഈ പോക്കറ്റിലുണ്ടാവും. എവിടെ പോയാലും ഈ കൊന്ത കയ്യിൽ പിടിക്കും, അത്രയ്ക്കും ബല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ സ്ലോട്ട് ചെയ്യണ സമയമായി. നമുക്ക് ആദ്യത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നേഴ്സിംഗ് ഇൻ്റർവ്യൂ, ഹോസ്പിറ്റലിൽ നിന്നുള്ളത് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. അപ്പം ഞാൻ വീട്ടിൽ വന്നു, ഞാൻ തനിച്ചിരുന്നു മാധവനോട് പ്രാർത്ഥിച്ചു. ലാസ്റ്റ് അറ്റംപ്റ്റാ, എനിക്ക് 3 വർഷം ഗ്യാപ്പ് ഉണ്ട്, ഇനി ഞാൻ പോവില്ല. അപ്പം എനിക്ക് മാതാവ് വിധിച്ചേക്കുന്നത് ചിലപ്പോൾ നാട്ടിൽ നിന്ന് പഠിക്കാനായിരിക്കും. പക്ഷെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് പുറത്ത് പോയി പഠിക്കണമെന്ന്. കാരണം അത്രയ്ക്കും ഞാൻ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി സർവൈവ് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ നീ എനിക്കൊരു ഡേറ്റ് കാട്ടണം, നമുക്കൊരു 5 ഡേറ്റ് കിട്ടുള്ളൂ. ഒരു ഡേറ്റ് കാട്ടും. ഈ എല്ലാ ഡേറ്റും ഞാൻ പേപ്പറിൽ കട്ട് ചെയ്ത് മാതാവിൻ്റെ അടുത്ത് വയ്ക്കും. എന്നിട്ട് ഇത് കുലുക്കിയിട്ട് ഞാൻ പറയും ഞാൻ കണ്ണടച്ചെടുക്കാൻ പോവാം, അതെൻ്റെ മാതാവ് എൻ്റെ കൂടെ എടുക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഡേറ്റ് എടുത്തു. ഞാൻ ആ ഡേറ്റ് തന്നെ എൻ്റെ സൈറ്റിൽ കയറി ഞാൻ ബുക്ക് ചെയ്തു. അങ്ങനെ ഇവിടുത്തെ നാട്ടിലത്തെ ഒരു 2:30 സമയം, അപ്പോൾ അവിടെ ഒരു രാവിലെ 8 മണി, അങ്ങനെയാണ് ഞാൻ ഡേറ്റ് ചൂസ് ചെയ്യണം. ഇൻ്റർവ്യൂ എനിക്കിപ്പോൾ ഭയങ്കര പേടിയായി തുടങ്ങി. കാരണം ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ സുസൂന്ന് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. രണ്ടാമത്തെ ഇൻ്റർവ്യൂ ഇതുപോലെ തന്നെയാണെങ്കിൽ തീർന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 4 പേര് എനിക്കുണ്ടായ, 3 പേര് എന്നെ വാച്ച് ചെയ്യാനും ഒരാൾ എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനും, ഇൻസ്ട്രക്ഷൻസും ക്വസ്റ്റ്യൻസും ചോദിക്കാനും. കാരണം ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ആണ്. അവരെന്തൊക്കെയോ ചോദിച്ചു. ഞാൻ പറയട്ടെ, എനിക്കിപ്പോഴും ഓർമ്മയില്ല ഞാൻ എന്താ ആൻസർ പറഞ്ഞതെന്ന്. തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ റേഡിയോ ഓണാക്കി തന്നെ കേൾക്കില്ല, അതുപോലെ ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. മമ്മിയും പപ്പയൊക്കെ കേൾക്കുക. അപ്പോൾ അവർ പറയാം എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. എനിക്ക് ഒന്നും ഓർമ്മയില്ല. 1 മണിക്കൂറിൻ്റെ ഇൻ്റർവ്യൂ തന്നെ അവർ നടത്തി. അത് കഴിഞ്ഞ് എനിക്ക് ഒരു ചൊവ്വാഴ്ചയായിരുന്നു ഇൻ്റർവ്യൂ. എൻ്റെ എല്ലാ കാര്യം നടക്കുന്നത് ഒരു ചൊവ്വാഴ്ച കേട്ടോ. അത് ഞാൻ കുറച്ച് ദിവസം മുമ്പാണ് ഇങ്ങനെ തിങ്ക് ചെയ്ത്. എല്ലാ കാര്യം നടക്കുന്നത് ഒരു ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഇൻ്റർവ്യൂ നടന്നു. 2 ദിവസത്തിനുള്ളിൽ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പ്രാർത്ഥിക്കായിരുന്നു, മാതാവേ ശരിയാക്കി തന്നെ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് പേടിയാ. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അപ്പോൾ എനിക്ക് തോന്നി ഇതാ എനിക്ക് വെച്ചേക്കണേന്ന്. അങ്ങനെ അതിലടുത്തത് പറഞ്ഞത് എനിക്ക് ഇനീഷ്യൽ പേയ്മെൻറ്റ് അടയ്ക്കണം. നമ്മുടെ നാട്ടിൽ ഒരു 2 ലക്ഷത്തിൻ്റെ സംതിങ് ഇനീഷ്യലായിട്ട് അടയ്ക്കാനുള്ളത്, അത് അടച്ചു. അത് കഴിഞ്ഞ അടുത്ത ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും ആ ഇൻ്റർവ്യൂ പാസ്സായില്ലെങ്കിൽ പൈസ പോവില്ലേ. അതുപോലെ തന്നെ ഞാനും പൈസ പോയാൽ തീർന്നു. കാരണം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിറങ്ങി പിന്നെ ഒരു 6 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഏജൻസിയിലായാലും അങ്ങനെ കുറേ ചിലവ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതടയ്ക്കാം. എന്നിട്ട് ഞാൻ ഈ മാതാവിൻ്റെ ഫ്രണ്ടിൽ എസ് ഓർ നോ ചെയ്തിടും. എനിക്ക് എപ്പോഴും കിട്ടുന്നത് എസ്സാണ്. ആ എസ് ഞാൻ ബൈബിളിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കും. ബൈബിളിൽ ഇപ്പം എനിക്ക് എപ്പോഴും കിട്ടുന്ന ഒരു വചനമുണ്ട്, ദുഃഖം സന്തോഷമായി മാറും. ഞാൻ എപ്പോഴും അത് വായിക്കും. അതിൻ്റെ ഉള്ളിൽ വെച്ചു എസ് എന്നുള്ളൊരു വേർഡ്. അപ്പം എനിക്കറിയാം മാതാവാണ് എനിക്ക് പറഞ്ഞിരുന്നത്. കാരണം ഞാൻ ഈ പ്രാവശ്യം എൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും ചെയ്യുന്നില്ല, മാതാവ് ചെയ്ത് തരട്ടെ എന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ സെക്കൻഡ് ഇൻ്റർവ്യൂ വന്നു. എനിക്ക് സെക്കൻഡ് ഇൻ്റർവ്യൂ വന്നത് ഒരു ഞായറാഴ്ചയാണ്. അപ്പോൾ എനിക്ക് പേടിയായി, ഞായറാഴ്ചക്ക് ഇൻ്റർവ്യൂ നടക്കുമോ, ഹോളിഡേ അല്ലേ. അതിന് പ്രീ കാസ് ഇൻ്റർവ്യൂ എന്ന് പറയും, സെക്കൻഡ് വരുന്ന ഇൻ്റർവ്യൂ. അത് നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ പറയുന്ന കേസാണ്. ഞാൻ ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഇംഗ്ലീഷുകാരൻ തന്നെ
ഞാൻ ഹലോ എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എന്തെങ്കിലും ചോദിക്കും, ഞാൻ ആൻസർ പറഞ്ഞാൽ അയാൾ പറയും സ്റ്റോപ്പ്, നിർത്തിക്കോ. അയാൾ എന്നെ തർക്കിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ പറയും സോറി, എൻ്റെ മിസ്റ്റേക്കാണെന്ന് പറയും. വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കും, എന്താ ഈ യൂണിവേഴ്സിറ്റിയിൽ എന്താ ഫാക്കൽറ്റി, എന്താ ഫെസിലിറ്റീസൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ എന്നെ പറയാൻ സമ്മതിക്കില്ല. അപ്പം മമ്മിയും പപ്പയും അവിടെ നിന്ന് കരയാൻ തുടങ്ങി. കാരണം ഒരു ഇൻ്റർവ്യൂവിന് ഒരാൾ ദേഷ്യപ്പെട്ടിട്ട് പറയാം ഇൻ്റർവ്യൂ നിർത്തിക്കോളാൻ പറഞ്ഞാൽ നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഈ നമുക്ക് സബ്ജക്റ്റുകൾ അവർ ചോദിക്കും ക്വസ്റ്റ്യൻസ്. ഞാൻ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവരറിയാം അത് താൻ പറയുന്നത് ഒക്കെ തെറ്റാ, താൻ പറയുന്നത് ഒന്നും ശരിയല്ല. എന്നിട്ട് അയാളുടെ സ്ക്രീൻ എനിക്ക് ഷെയർ ചെയ്തിട്ട് പറയാം ഈ ലിങ്ക് കണ്ടോ, ഇതൊക്കെ ഇരുന്ന് വായിക്കി. അപ്പം ഞാൻ അവരുടെ സൈറ്റ് ഫുള്ള് ഇരുന്ന് വായിക്കാം. അങ്ങനെ ആ ഇൻ്റർവ്യൂ കഴിഞ്ഞു. കാരണം എനിക്കറിയാം തോറ്റു. ഒരു ഇൻ്റർവ്യൂവിന് പോലും അങ്ങനെ ചെയ്യിക്കില്ല. അതും UK ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം എനിക്ക് മനസ്സിലായി തോറ്റു. വീട്ടിൽ പറയാൻ നിന്നില്ല. കാരണം 2 ലക്ഷം രൂപ ഇനീഷ്യൽ പേയ്മെൻറ്റ് അടച്ചു. അപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ ഞായറാഴ്ച ഇൻ്റർവ്യൂ നടന്നു. ചൊവ്വാഴ്ച അവിടുത്തെ ധ്യാനം കേട്ടോണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഭക്ഷണം കാര്യങ്ങളൊന്നുമില്ല, ടെൻഷൻ വന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഉപവാസം എടുക്കും. രാവിലെ ഒന്നും കഴിക്കില്ല, ഉച്ചവരെ ഒന്നും കഴിക്കില്ല, മാതാവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ ധ്യാനം കൂടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ഈ ധ്യാനം തീർന്നയ്ക്ക് മുമ്പ് എനിക്ക് മെയിൽ വരണം, ഞാൻ ഈ പ്രീ ക്ലാസ് ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ടെൻഷൻ കണ്ടപ്പോൾ പാരൻസിന് മനസ്സിലായി ഇൻ്റർവ്യൂ പാസ്സായിട്ടില്ല എന്ന്. അങ്ങനെ ആ ധ്യാനം വരുന്ന സമയത്ത് ഞാനൊന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ണുറന്ന് നോക്കി എനിക്ക് മെയിലിൻ്റെ ചിഹ്നം വന്നേക്കാം. നോക്കുമ്പോൾ യൂണിവേഴ്സിറ്റി പ്രീ ക്ലാസ് ഇൻ്റർവ്യൂ, നോക്കുമ്പോൾ ആ പ്രീ ക്ലാസ് ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി. അപ്പം തന്നെ ഞാൻ ഏജൻസിക്ക് വിളിച്ചു. അത് ഞാൻ ചോദിച്ചു എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ പറയാം എൻ്റെ ദിവസം ഞായറാഴ്ച അറ്റൻഡ് ചെയ്ത എല്ലാ പിള്ളേരും പ്രീ ക്ലാസ് ഇൻ്റർവ്യൂ ഫെയിലാക്കി, ഞാൻ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഉറപ്പ് എന്നെ മാതാവ് സംരക്ഷിച്ചിട്ടുണ്ട്. മാതാവും കൊണ്ട്. കാരണം ഒരു ഇൻ്റർവ്യൂവിന് ഒരു ക്വസ്റ്റ്യൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ആകെ പറഞ്ഞത് ഹലോ എന്നാണ് ആദ്യത്തെ ഒരു വേർഡ്. ഞാൻ എന്ത് പറയുമ്പോഴേക്കും സ്റ്റോപ്പ്, നിർത്തിക്കോ എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രീ ക്ലാസ് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് വെക്കണം. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം 18 ലക്ഷം രൂപയാണ്. അപ്പോൾ 50% നമ്മൾ ഇവിടുന്ന് അടയ്ക്കണം. അപ്പോൾ എനിക്ക് കിട്ടിയ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ UK ടോപ്പ് റാങ്ക് വരുന്ന 2nd യൂണിവേഴ്സിറ്റിയാണ്, പ്രോപ്പർ ലണ്ടൻ. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്കൊക്കെ തന്നേക്കുന്നത് മെറിറ്റ്സാണ്. കാരണം UK വേറെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്. അവരെന്ന് പറയുന്നത് ഉള്ളേരിയ കാര്യങ്ങൾ ടോപ്പ് റാങ്കിൽ വരുന്ന യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. NHS കോഴ്സ് ചെയ്യുമ്പോൾ NHS പ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് വെക്കാനായിട്ട് ലോൺ വെക്കണം. അപ്പോൾ ലോൺ വെക്കാനായിട്ട് നിങ്ങൾക്കറിയാം 1 മാസം എടുക്കും ലോൺ. ഈ കൊന്ത എപ്പോഴും എൻ്റെ കയ്യിലുണ്ടോ. ഞാൻ ബാങ്കിൽ പോയി പ്രോപ്പർട്ടി വെക്കാമെന്ന് പറഞ്ഞു, പ്രോപ്പർട്ടി വെച്ചു. 2 ആഴ്ച എന്ന് പറയണ്ട, വേണമെങ്കിൽ 10 ഡേയ്സും കൊണ്ട് എനിക്ക് ലോൺ പാസ്സായി. ഏതെങ്കിലും ബാങ്കിൽ കേട്ടിട്ടുണ്ടോ 10 ഡേയ്സ് കൊണ്ട് ലോൺ പാസ്സാവാന്ന്? ലോൺ പാസ്സായി. കുറേ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വെക്കണം ലോൺ പാസ്സാവാൻ. ഞാൻ പോയിക്കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോൾ പറയും ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം, ആ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കണം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ പോകണം, അവിടെ നിന്ന് പോകണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോവാ. എനിക്ക് പഞ്ചായത്തിൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇന്നാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതുപോലെയാണ്. അപ്പോൾ എൻ്റെ പപ്പ എൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ പപ്പ പറയും എന്തൊരു പെട്ടെന്ന് നടക്കണേ. കാരണം എൻ്റെ 2 ചേച്ചിമാരുടെ മാരേജ് ഈ 2 വീക്സിന് മുമ്പിൽ നടന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ തിരക്കുകളുണ്ട്. അവർ ടിൻസാണ്, ഒരുമിച്ചാണ്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്കറിയാം അതിൻ്റെ ഫുൾ തിരക്കുകളായിരിക്കും. അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഈ എൻ്റെ അഡ്മിഷൻ കാര്യം. അങ്ങനെ എല്ലാ കാര്യവും നടക്കും. അപ്പോൾ എൻ്റെ പപ്പ എന്നോട് ചോദിക്കും എന്തൊരു പെട്ടെന്ന് ഇത് നടക്കണേ. അപ്പം ഞാൻ പറയും ഇങ്ങനെ കൈ തുറന്ന് കാട്ടും, കണ്ടോ ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം, ഇത് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നടക്കും. അങ്ങനെ ഞാൻ ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് വെച്ചു. അങ്ങനെ വിസയ്ക്ക് വെച്ചു. ജൂലൈ 12 ഞാൻ വിസയ്ക്ക് വെച്ചത്. ഒരു വെള്ളിയാഴ്ച എനിക്ക് ചൊവ്വാഴ്ച മെസ്സേജ് വന്നേക്കുക. ശനി ഞായർ നമുക്ക് ഹോളിഡേ ആയിരിക്കും. ചൊവ്വാഴ്ച എനിക്ക് ജൂലൈ 13 എനിക്ക് മെസ്സേജ് വന്നേക്കുക എൻ്റെ വിസ അപ്രൂവ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് ജൂലൈ 16 എൻ്റെ ഈ പാസ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടി. എനിക്ക് പിറ്റേ ദിവസം തന്നെ വന്ന് ഇവിടെ സാക്ഷ്യം പറയണമെന്നുണ്ടായി. കാരണം 2 ദിവസം കഴിയുമ്പോൾ എൻ്റെ ചേച്ചിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ ഓഗസ്റ്റ് ലാസ്റ്റ് ഓഗസ്റ്റ് 25 ഞാൻ അങ്ങനെ UK പോവാണ്. അപ്പോൾ ഈ സാധനം കൈ കിട്ടി. ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് മാധവനെ നോക്കാം സാധനം എൻ്റെ കൈ കിട്ടിയെന്ന്. കാരണം എന്തെങ്കിലും ഒരു വിസ അടിക്കാൻ ഞാൻ എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയോ. കാരണം അത്രയും സങ്കടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര സ്മാർട്ടായിട്ടൊരു സ്റ്റുഡൻറ്റോ അല്ലെങ്കിൽ ഒരു കുട്ടിയായിരുന്നു.
കാരണം അത് ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ട് ഞാൻ എല്ലാ കാര്യം പഠിച്ചു. അത്രയ്ക്ക് സങ്കടമായിരുന്നു. പപ്പോടും മമ്മിയോടും ഒക്കെ ഭയങ്കര ദേഷ്യപ്പെടാ. ചേച്ചിമാർ ഞാൻ വിളിക്കുക പോലും ഇല്ല. അപ്പോൾ ചേച്ചിമാർ എന്നെ വിളിച്ചിട്ട് പറയും സാരില്ലടി എല്ലാം ശരിയാവും. എൻ്റെ മൂത്ത ചേച്ചിയുണ്ട്, ഭയങ്കര സപ്പോർട്ടാണ്. ചേച്ചി മാതാവിൽ നല്ല വിശ്വസിക്കുന്ന ആൾ. പറയും എടി മാതാവിന് പ്ലാൻ ഉണ്ട്, മാതാവ് രക്ഷിക്കും. അപ്പോൾ ഞാൻ പറയും നിങ്ങൾക്ക് പറയാൻ എളുപ്പമാണ്, അത് എനിക്ക് വരുമ്പോഴല്ല എൻ്റെ അങ്ങനെ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനം അങ്ങനെ UK പോവാണ്. ചേച്ചിമാരുടെ അടുത്ത് നിന്ന് തന്നെ കുറച്ച് 1 മണിക്കൂറിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അങ്ങനെ UK പോവാണ്, നഴ്സിംഗ് പഠിക്കാൻ പോവാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ഈ ജൂലൈ 21-ാം തീയതി ആയിരുന്നു എൻ്റെ 2 ചേച്ചിമാരുടെയും എൻഗേജ്മെൻറ്റ്. ചേച്ചിമാർ ടിൻസാണ്. അപ്പം നമുക്കറിയാം എൻ്റെ ഒരു സ്വാർത്ഥതയാണിത്. ഈ കല്യാണ സമയത്ത് നല്ല മഴയും കാര്യങ്ങളായിരുന്നു, വെള്ളമൊക്കെ പൊങ്ങി തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ദൈവമേ മഴ പെയ്താൽ നമുക്കൊരു ഫംഗ്ഷൻ നടത്തുമ്പോൾ മഴ പെയ്താൽ ഒരു സുഖം ഉണ്ടാവില്ല. കാരണം വീട്ടിലന്ന് രാത്രി DJ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞായറാഴ്ചയാണ് എൻഗേജ്മെൻറ്റ്, വ്യാഴാഴ്ച തൊട്ട് വീട്ടിൽ ഫംഗ്ഷനാണ്. അപ്പോൾ ബുധനാഴ്ച വരെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധി പ്രഖ്യാപിച്ചു. അതെന്ന് വെച്ചാൽ അത്രയ്ക്കും മഴയാണ്. ഞാൻ തൃശ്ശൂർ ജില്ലയാണ്, അവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പം ഞാൻ വ്യാഴാഴ്ച രാവിലെ ഞാൻ ഉപ്പും തൈലും എടുത്ത് വീടിൻ്റെ ചുറ്റും ഇട്ടു. എന്നിട്ട് ഞാൻ പറയായിരുന്നു മാതാവേ മഴ പെയ്യില്ലേ, കാരണം ഇരുണ്ട് മൂടി നിൽക്കുകയാണ് ആ സമയം. അപ്പം ഞാൻ ഇങ്ങനെ മാധവനോട് ഉപ്പിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. പേടിച്ചിട്ട് അപ്പുറത്തെ വീട്ടിലൊക്കെ പന്തലിട്ടേക്കാം, ഭക്ഷണം കൊടുക്കണ്ടേ നമുക്ക്, അതുകൊണ്ട്. അപ്പം അത്രയ്ക്ക് നല്ല മഴയായിരുന്നു. എന്നുവെച്ചാൽ ബാക്കിൽ അപ്പുറത്ത് പറമ്പൊക്കെ വെള്ളം നിറഞ്ഞേക്കാം. അപ്പോൾ ഒരു കല്യാണം ആയി കഴിയുമ്പോൾ നമുക്ക് ആ അറ്റ്മോസ്ഫിയർ കിട്ടുകയാണെങ്കിൽ മഴ പെയ്യരുതെന്ന് കുറേ പ്രാർത്ഥിച്ചു. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് എൻ്റെ നെറ്റിയിൽ തന്നെ ഞാൻ തൈലം പൂശി. അങ്ങനെ എന്ന് ഞാൻ പറയട്ടെ, ഞാൻ ഒരു 5 മിനിറ്റ് വീണ്ടും അകത്ത് കയറിയിട്ട് ഞാൻ തിരിച്ചിറങ്ങുമ്പോൾ നല്ല വെയിലാണ്, സൂപ്പർ വെയിലാണ്. നമ്മൾ വിചാരിക്കും ഞാൻ നോണ എന്തെങ്കിലും പറയുന്നതായിരിക്കും, അങ്ങനെയല്ല, മൂടി നിൽക്കായിരുന്നു. നല്ല മഴ പെയ്യാനായിട്ട് നോക്കും, നല്ല വെയിൽ. അങ്ങനെ വ്യാഴാഴ്ച പരിപാടി നല്ലതായിരുന്നു. വെള്ളി ശനി ഞായർ അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. 2 ഞായറാഴ്ചകളിലായിരുന്നു ചേച്ചിമാരുടെ വെഡ്ഡിങ്ങും. അത് മഴയില്ലാണ്ട് നല്ല ഭംഗിയിൽ നടന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ ഈ സമയത്തൊക്കെ ഞാൻ യൂസ് ചെയ്തത് അമ്മയുടെ ഉപ്പും തൈലായിരുന്നു. ഇൻ്റർവ്യൂ സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഈ തൈൽ ഞാൻ നെറ്റിയിൽ വരയ്ക്കും, എൻ്റെ നാക്കിൽ വരയ്ക്കും, ഈ രണ്ട് സൈഡിലും പറ്റും. ഈ ഫോണിന് അല്ലെങ്കിൽ ലാപ്ടോപ്പിന് ചുറ്റും ഞാൻ ഉപ്പിടും. അതിൻ്റെ ഞാൻ ഇങ്ങനെ കുരിശ് വരയ്ക്കും. ഒക്കെ മാതാവിൻ്റെ കയ്യിലാണ്. ഇതാണ് എൻ്റെ സാക്ഷ്യം. ഞാൻ കൃപാസനത്ത് വന്ന എൻ്റെ ഒരു അനുഭവമാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പ്രാർത്ഥിച്ചോ. എൻ്റെ പോലെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ കുറേ എല്ലാം സ്റ്റുഡൻസാണ് ഇതുപോലെ പുറത്തു പോകാൻ. ഞാനിതുപോലെ സാക്ഷ്യം കേട്ടിട്ട് ഞാൻ ഈ ഫ്രണ്ടിലിരിക്കും. ഞാനും പറയും എന്നാണാവോ ഈ റെഡ് കളർ സാധനം എനിക്ക് എപ്പോഴും ഒരു ഓർമ്മയാണ്. കാരണം മാതാവിൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് ഈ സാക്ഷ്യം പറയാൻ പറ്റുള്ളൂ. എനിക്കറിയാം ഓരോരുത്തരുടെ കണ്ണ് നിറയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഉറപ്പാണ് മാതാവ് നടത്തി തരും. ഞാൻ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ എനിക്കും നടത്തി തരുന്നുണ്ടോ, അപ്പം നിങ്ങൾക്ക് നടത്തി തന്നിരിക്കും. പ്രാർത്ഥിച്ചോ. മാതാവിന് ഒരു പ്ലാൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫ്യൂച്ചർ വരെ പ്ലാൻ ചെയ്ത ആളാണ്. ജർമ്മനി പോവാം, 3 വർഷം കഴിയാം, വീട്ടിലേക്ക് ഇത്ര പൈസ അയക്കാം, സ്റ്റൈഫണ്ട് വെൽ പ്ലാൻഡാ. ഇപ്പം ഞാൻ നോക്കിയേ മാതാവ് എല്ലാം നല്ലതിനാണ്. കാരണം എൻ്റെ 2 ചേച്ചിമാർ അവിടെ ഉണ്ട്. അവർ പറഞ്ഞതാ UK പോവാന്ന്. അപ്പം ഞാൻ ഇപ്പോൾ UK പോകണു. അപ്പം എല്ലാം ഒരു ദൈവത്തിന് മാതാവിനൊരു നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. പ്രാർത്ഥിച്ചാൽ എന്തേലും കിട്ടും, വിശ്വാസം വേണം, അതിനനുസരിച്ച് ഇവിടുത്തെ പ്രവർത്തികളും ചെയ്യാം. ഞാൻ പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ പത്രം കൊടുക്കും, പിന്നെ ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കും. ഇങ്ങനെ പഴയ വസ്ത്രങ്ങളൊന്നുമല്ല, ഞാൻ പൈസ കൊടുക്കും. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളിങ്ങനെ കാറ്ററിങ്ങിൽ നിന്ന് മേടിച്ച് അങ്ങനെ ഭക്ഷണം കൊടുക്കാറുണ്ട്. അല്ലാണ്ട് പൊതിച്ചോറും അങ്ങനെ ചെയ്യാറില്ല. പൈസ കൊടുക്കും, പാവപ്പെട്ടവരെ സഹായിക്കും. ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം. ഇത്രയും ദൈവാനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.